ദണ്ഡാകാരണ്യത്തിലൂടെ സീതയെ തേടി യാത്ര ചെയ്ത രാമനും ലക്ഷ്മണനും കഠിനമായ അന്വേഷണത്തിനൊടുവിൽ കാഞ്ചിവനങ്ങൾക്കിടയിലെത്തിയപ്പോൾ അവർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു തപസ്വിനിയായ വൃദ്ധസ്ത്രീയായ ശബരിയായിരുന്നു. കാലത്തിന്റെ കനവും ജീവിതത്തിന്റെ കഠിനതയും അനുഭവിച്ച ഈ സ്ത്രീയുടെ മുഖത്ത് പ്രതീക്ഷയും ഭക്തിയും നിറഞ്ഞിരുന്നു. ശബരി ആദിവാസിക്കൂട്ടത്തിൽപ്പെട്ട സ്ത്രീയായിരുന്നു. ഭഗവത് പ്രേമം ഉള്ളിൽ നിലനിൽക്കുന്നവളായിരുന്നു. ഭഗവാൻ രാമൻ ഒരു ദിവസം അവളുടെ കുടിലിലെത്തുമെന്ന ഉറച്ച വിശ്വാസമാണ് അവളെ ജീവിപ്പിച്ചിരിക്കാൻ പ്രേരിപ്പിച്ചത്. അതിനായി അവൾ തന്റെ ഗുരുവായ മാതംഗമഹർഷിയുടെ ഉപദേശപ്രകാരം ഓരോ ദിവസവും കാടുകളിൽ നിന്നുമുള്ള മധുരഫലങ്ങൾ ശേഖരിച്ചു. ഓരോ ഫലവും അവൾ രാമനിൽ അർപ്പിച്ച സ്നേഹത്താലും ഭക്തിയാലും മുൻപേ രുചിച്ചു നോക്കിയിരുന്നതാണ്. അത് രാമന് ഏറ്റവും മനോഹരമായതുകൊണ്ടാണ് ഏതെങ്കിലും പുളിപ്പോ ചവർപ്പോ അതിലുണ്ടോ എന്ന് പരിശോധിക്കാൻ അവർക്കായില്ല. ശുദ്ധമായ സ്നേഹത്തിന്റെ അർപ്പണമായിരുന്നു അത്. രാമനും ലക്ഷ്മണനും അവളുടെ കുടിലിലെത്തുമ്പോൾ ആ സ്ത്രീ ഭക്തിയുടെ ആഹ്ലാദത്തിലായിരുന്നു. ഹേ രാമ, നീ വന്നോ എന്നു പറയുമ്പോൾ അവളുടെ കണ്ണു നിറയെ സ്വപ്നങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. അവളുടെ ജീവിതം മുഴുവനും അതിനായി കാത്തിരിക്കുക മാത്രമായിരുന്നു. അതിനപ്പുറം മറ്റൊന്നും അവൾക്ക് വേണമായിരുന്നില്ല. ശബരി രാമനെ ആദരിച്ചു. തന്റെ കൈകൊണ്ട് ശേഖരിച്ച പച്ചക്കറികൾ, പഴങ്ങൾ, ഭക്ഷണങ്ങൾ അതീവ ഭക്തിയോടെയും നിർമ്മല ഹൃദയത്തോടെയും രാമൻ അർപ്പിച്ചു. ലക്ഷ്മണൻ ആശ്ചര്യപ്പെട്ടു. ഈ പഴങ്ങൾ നേരത്തെ രുചിച്ചു എന്ന് തോന്നുന്നു. എന്നാൽ രാമൻ ആ പഴങ്ങൾ സ്വീകരിച്ചു, ആസ്വദിച്ചു. കാരണം അവ ഭക്തിയാൽ നിറഞ്ഞതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഭക്തിപൂർണമായ അർപ്പണമാണെങ്കിൽ അതിലധികം രുചിയുള്ളതൊന്നുമില്ല. പിന്നീട് രാമൻ ശബരിയോട് സീതയെക്കുറിച്ച് ചോദിച്ചു. ശബരി അവരെ നിർദ്ദേശിച്ചു. കിഴക്കോട്ട് കിഷ്കിന്ദ എന്ന സ്ഥലത്തേക്ക് പോകുക. അവിടെ സുഗ്രീവൻ എന്ന വാനരരാജാവ് താങ്കളുടെ സുഹൃത്താകും. അവൻ നിങ്ങളെ സഹായിക്കും. രാമനും ശബരിയും തമ്മിൽ ഒരുതരം ആത്മബന്ധം നിറഞ്ഞ സ്നേഹത്തിന്റെ ഭാഷയിൽ വിരിഞ്ഞു. ശബരി രാമനെ വണങ്ങി പറഞ്ഞു, ഭഗവാനെ, ഞാൻ ഇന്നിവിടെ ജീവിച്ചിരുന്നത് ഈ അവസരം മാത്രമായിരുന്നു പ്രതീക്ഷിച്ചായിരുന്നു. ഇനി ഞാൻ എന്റെ ആത്മാവിനെ നിനക്കു സമർപ്പിക്കുന്നു. രാമൻ അവളോട് സ്നേഹത്തോടെ പറഞ്ഞു, ശബരിയെ, നീ ചെയ്ത ഉപവാസവും നീ തീർത്ത ദൈവസന്നിധിയും ആ ശുദ്ധതയുടെയും ഭക്തിയുടെയും ഉജ്ജ്വല മാതൃകയാണ്. നീ മോക്ഷം നേടുന്നു. രാമൻ അവളെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം കേട്ട ശേഷം ശബരി സാന്ത്വനത്തോടെ ആത്മനിവേദനത്തോടെ രാമനെ തിരിഞ്ഞുനോക്കി കണ്ണടച്ചു. അവളുടെ ആത്മാവ് കാറ്റിനെയും കാടിനെയും കടന്ന് ദിവ്യത്വത്തിലേക്ക് പറന്നു. ശബരിയുടെ അന്ത്യസമർപ്പണം അത്രയധികം പരിശുദ്ധമായിരുന്നു.